ബിജുവേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാൻ ഇതിലും ശക്തമായി പ്രതികരിക്കില്ല എന്ന് ഇന്ത്യ വിചാരിക്കരുത്. അധികാരം ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ട് അസീം മുനീർ പറഞ്ഞ വാക്കുകളാണ് ഇത്. അതായത് പാകിസ്ഥാൻ ഇതിലും ശക്തമായിട്ട് ഇന്ത്യയോട് പ്രതികരിക്കും. ഇതിനു മുമ്പ് അയാൾ പറഞ്ഞൊരു വാക്ക്, എന്റെ ഒരു പ്രസ്താവന എനിക്ക് ഓർമ്മ വരുന്നത്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ലൈലൻഡ് ലോറിയാണ്, ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ബെൻസ് കാറാണ്. ഇടിച്ചാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം ഞങ്ങൾ കൂതറകളാണ്. പക്ഷെ നിങ്ങൾക്കായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഡെവലപ്പിംഗ് നേഷനാണ്, എക്കണോമിയാണ്. അത് മനസ്സിലാക്കി കളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അതായത് ഒരു രാജ്യത്തെ കരസേനാ മേധാവി തുറന്നു പറയുകയാണ്, ഞങ്ങൾ ചാവേറുകളാണ്, ഞങ്ങൾ വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിക്കും. അപ്പം ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല, ഞങ്ങൾ ചാവേറുകളാണ്. നിങ്ങളാണ് വളരെ മാന്യമായിട്ടൊക്കെ വസ്ത്രം ധരിച്ച് കിടക്കുന്ന, സമൂഹത്തിൽ പാരമ്പര്യമൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാർ, ഞങ്ങൾ ഇടിച്ചു കയറും, പൊട്ടിത്തെറിക്കും, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ യവനുള്ള പണി ഉറപ്പായിട്ടും നരേന്ദ്രമോദി ഉടനെ കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ കേസ് ബിജുവേട്ടൻ അറിയാലോ. പുള്ളിയുടെ പ്രവർത്തനങ്ങൾ ഭയങ്കര രസമാണ്. നമ്മളൊക്കെ എത്ര വേളം വെച്ചിട്ടും കാര്യമില്ല. പുള്ളി ചെയ്യേണ്ട സമയത്ത് മാത്രമേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഇതെല്ലാം പുള്ളി മനസ്സിൽ വച്ചേക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് അല്ല, വെസ്റ്റ് ബംഗാൾ. ഈ വെസ്റ്റ് ബംഗാളിൽ ഞാനും ബിജുചേട്ടനും അടക്കമുള്ള ആൾക്കാർ എന്തോരം ബഹളം വെച്ചു. അവിടെ ഹിന്ദുക്കളെ കൊല്ലുന്നു, മോദി എന്താ തിരിഞ്ഞു നോക്കാത്തത്, മോദിക്ക് കഴിവില്ലേ, യോഗിയെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ്. BJPയുടെ മോഡസ് ഓപ്പറാണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഭരണം പിടിക്കുക, ഭരണം പിടിച്ചു കഴിഞ്ഞ ശേഷം ഒരു നിരത്തങ്ങോട്ട് നിരത്തും. അതാണ് അവിടെ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി BJP ചെയ്യുന്ന ഒരു പണി. അതിനു മുമ്പ് നമ്മൾ എത്ര ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അതുവരെ മോദി, അതാണ് ഞാൻ കേട്ടിട്ടുണ്ട്, വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ് കം ഗ്രേറ്റ് പവർ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതായത് വലിയ ക്ഷമാശീലം ഉണ്ടെങ്കിൽ മാത്രമേ വലിയ ശക്തികളും പവറുകളും ഒക്കെ നമുക്ക് കൈയാളാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ഷമയില്ലാത്തവന്റെ കയ്യിൽ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ അസീം മുനീറിന്റെ കയ്യിൽ പവർ കിട്ടിയതുപോലെ ആയിരിക്കും. കിട്ടുമ്പോൾ തന്നെ പറയും 2 ന്യൂക്ലിയർ ബോംബ് അങ്ങോട്ട് ഇടണം എന്ന് പറയും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോവും. അപ്പൊ അതൊരു കാര്യം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം, പാകിസ്ഥാൻ എയർഫോഴ്സസ് യൂസിങ് കെമിക്കൽ വെപ്പൺസ് ഇൻ ബലൂചിസ്ഥാൻ പഷ്തൂണിസ്ഥാൻ എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങളുടെ മുകളിൽ കെമിക്കൽ വെപ്പൺസ് ഇവൻ കയറിയതിനു ശേഷം ഉപയോഗിച്ചു തുടങ്ങി. ബലൂചിസ്ഥാൻ ജനങ്ങളുടെ മുകളിലും പഷ്തൂണിസ്ഥാനിലെ ജനങ്ങളുടെ മുകളിലും. ദ ഒക്കുപേഷണൽ ആർമി ആൻഡ് എയർഫോഴ്സ് ഓഫ് പാകിസ്ഥാൻ യൂസിങ് ഫോസ്ഫറസ്, കെമിക്കൽ ആൻഡ് പ്രോഹിബിറ്റഡ് വെപ്പൺസ് അഗൈൻസ്റ്റ് ബലൂച്ച് ആൻഡ് പഷ്തൂൺ സിവിലിയൻ പോപ്പുലേഷൻ ഇൻ മിർ അലി സബ് ഡിവിഷൻ ഓഫ് നോർത്ത് വസീറിസ്ഥാൻ ഇൻ ദ വില്ലേജസ് ഓഫ് Haider Khel, Muski and Epi. The Pakistan Army has once again used phosphorus containing mortar shells just moments ago. The toxic substance not only burns human bodies and cattle but destroys buildings, crops, but turning the land to ashes and hollows out everything from within എന്നുള്ളതാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ മാരകമായിട്ടുള്ളൊരു വിഷമാണ്. സ്വന്തം ജനതയ്ക്ക് നേരെയാണ് ഇത് അവിടെ പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പൊറുതിമുട്ടി, ജനങ്ങളടക്കം പൊറുതിമുട്ടിയിരിക്കുകയാണ്. സ്വന്തം ജനങ്ങളെയും പൊറുതിമുട്ടിക്കുക, അവരെ കൊന്നൊടുക്കുക, കൂട്ടത്തിൽ അപ്പുറത്തുള്ള അയൽ രാജ്യത്തെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. യവന് 2 കിട്ടേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് തോന്നുന്നത്? അതിനൊക്കെയുള്ള സമയമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ്, ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് കണ്ട ഒരു വാർത്ത, അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടിയിൽ 6 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. അതുകൂടാതെ ഇന്നലെ നമ്മുടെ ജസ്വാള്, നമ്മുടെ വിദേശകാര്യ വക്താവ്, ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാണിംഗ് ആയിട്ടല്ല കൊടുത്തത്, നമ്മൾ പറഞ്ഞത് ഈ അഫ്ഗാനിസ്ഥാനിലെ നിരപരാധികളെ കൊല്ലുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല. അതായത് അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്ക് അവരുടെ ഭരണകൂടത്തിന് ഒരു ഐക്യദാർഢ്യം ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്, അവർക്കൊപ്പം നിൽക്കുമെന്നുകൂടി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അടി വന്നാൽ ഞങ്ങൾ സംശയിക്കേണ്ട, ഞങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ കൂടെ തന്നെ കട്ടക്കുണ്ടാകും എന്ന് തന്നെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വലിയ ഗുരുതരമായ വാർത്ത എന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. ജോർജിയ പാർലമെന്റിന്റെ മുമ്പില് പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അവിടുത്തെ സർക്കാരിന്റെ അഴിമതിക്കൊക്കെ എതിരെ നടക്കുന്ന പ്രക്ഷോഭം. അവിടെ രാസായുധം പ്രയോഗിച്ചു. 1931 ലോകത്ത് അവസാനമായിട്ട് രാസായുധം പ്രയോഗിക്കുന്നത്. അത് ജർമ്മനിയാണ് അന്ന് രാസായുധം ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അന്ന് തന്നെ ലോകരാജ്യങ്ങളെല്ലാം തീരുമാനമെടുത്തു, ഇനി ഇത് വേണ്ട, ഈ രാസായുധം വേണ്ട, അത് അത്യന്തം ഭയാനകരമാണ്, അത് വേണ്ട, ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അതിൽ ഒപ്പിടുകയും അത് അന്നോട്ട് 1931 ശേഷം നമ്മൾ അവസാനം ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വാർത്ത, 31 ശേഷം ഇപ്പോൾ ഏതാണ്ട് 100 വർഷത്തിനടുത്താകുന്നു, 95 വർഷമാകുന്നില്ലേ. അതിനുശേഷം രാസായുധം പ്രയോഗിച്ചിട്ടുണ്ട് അമേരിക്ക നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയൻ ഡിവിഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഈ നോർത്ത് കൊറിയയുടെ കൂടെ റഷ്യയും ചൈനയുമായിരുന്നു. സൗത്ത് കൊറിയയും മാന്യമായിട്ട് ഡിവൈഡ് ആയി കഴിഞ്ഞ ശേഷം ഈ ചൈന പണ്ടേ കുത്തിരിപ്പാണല്ലോ, നോർത്ത് കൊറിയയുടെ അടുത്ത് പറഞ്ഞു ഇൻവേഡ് ചെയ്യാൻ പറഞ്ഞു സൗത്ത് കൊറിയയിലോട്ട് നോർത്ത് കൊറിയ ഇൻവേഡ് ചെയ്തപ്പോൾ തന്നെ UN എന്ത് ചെയ്തു,
UN ഒരു സമിതി അങ്ങോട്ട് വിളിച്ചുകൂട്ടി ഒരു പ്രമേയം അങ്ങോട്ട് പാസ്സാക്കിയിട്ട് അവനെ അടിച്ചൊതുക്കാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തുനിഞ്ഞിറങ്ങി. 20 ലക്ഷം ആൾക്കാർ മരിച്ചു എന്നാണ് വാദം. പക്ഷെ അതിന് തെളിവൊന്നുമില്ല. ദിലീപിന്റെ കേസ് പോലെയാണ്, അതായത് തെളിവില്ല, പക്ഷെ 20 ലക്ഷം ആൾക്കാർ മരിച്ചു. പക്ഷെ ഇത് പ്രൊപ്പഗാൻഡ വാറാണ് റഷ്യയും ചൈനയും കൂടെ ചേർന്ന് നടത്തിയത് എന്നുള്ള ആരോപണം പിൽക്കാലത്ത് വന്നിരുന്നു. അന്ന് ഇതിനെക്കാട്ടിലും മാരകമായിട്ടുള്ള വിഷമാണ് അവിടെ പ്രയോഗിച്ചത്. എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നു മനുഷ്യ രാശിയിലെ ഏറ്റവും വലിയ കെമിക്കൽ പ്രയോഗം തോന്നുന്നു അമേരിക്കയാണ് നടത്തിയത്. ഇതെന്ന് പറഞ്ഞാല് അത് പറഞ്ഞ തെളിവില്ല എന്ന് പറഞ്ഞല്ല, പക്ഷെ ഇത് തെളിവുണ്ടായിരുന്നു. ഇത് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവര് പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടല്, ശ്വാസതടസ്സം, തലവേദന, തലകറക്കം ഇതൊക്കെ വന്ന് ഇവർ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇതിനെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴത്തേക്കും എന്തോ ഒരു കെമിക്കൽ, അതായത് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ വാതിക്കലൊക്കെ നമ്മുടെ വജ്ര ഇല്ലേ, ജലം ചീറ്റുന്ന ജലഭീരങ്കി, ആ ജലഭീരങ്കിക്കകത്ത് രാസായുധം കലക്കിയിട്ട് ഇവരുടെ ദേഹത്തേക്ക് സ്പ്രെഡ് ചെയ്യായിരുന്നു ജോർജിയയില്. എന്നിട്ട് ഇത് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ നമുക്കത് മാറ്റാൻ വേണ്ടി ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും പടരും. ഇത് പലർക്കും അറിയില്ലായിരുന്നു. നമ്മള് സാധാരണ ആൾക്കാര് ദേഹത്തേക്ക് വെള്ളം തെറിച്ചു വിടാൻ നമ്മളിങ്ങനെ തട്ടിക്കളയും അല്ലെ, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൈ എന്തായാലും അതിൽ പറ്റും. അത് നമ്മുടെ ദേഹത്ത് പലയിടത്തും നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇത് ഇവിടെയൊക്കെ ചൊറിഞ്ഞു തടിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ആളുകളെല്ലാം തന്നെ ശ്വാസം മുട്ടലിലേക്ക് പോവുകയും ഹൃദയ സ്തംഭനത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് കൊല്ലുന്നത്. ഒരുപക്ഷെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ, ഇപ്പൊ അമേരിക്ക ഉപയോഗിച്ചു എന്ന് പറയുന്നത് തന്നെ സൗത്ത് കൊറിയൻ നോർത്ത് കൊറിയയുടെയും കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇത് ജോർജിയയുടെ സ്വന്തം ജനങ്ങൾക്ക് നേരെ ഉപയോഗിച്ചു. അത് വലിയ ബഹളമായിട്ടുണ്ടത്. BBC അടക്കം അത് വലിയ റിപ്പോർട്ടിങ്ങും മറ്റുമൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പാകിസ്ഥാൻ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒറ്റടിക്ക് കൊല്ലുകയല്ല ചെയ്യുന്നത്. ഇത്തരം രാസായുധങ്ങൾ പ്രയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇവര് അധിക നാളൊന്നും മുൻപോട്ട് പോയില്ല. ഇവര് രോഗാതുരരാകുകയും ശ്വാസം കിട്ടാതെ മരിക്കുകയും ചെയ്യും. അപ്പൊ കുറ്റപ്പെടുത്താൻ കഴിയില്ല, ഈ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നോ പറയാൻ കഴിയില്ല. അത് സ്വന്തം ജനതയ്ക്കെതിരെ ഒരു രാജ്യവും അങ്ങനെ പ്രയോഗിക്കാറില്ല. ഇപ്പൊ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് അത്തരത്തിലൊരു നീചമായ പ്രവൃത്തിയാണ്. ഇതൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം എത്ര മഹത്തരമാണെന്ന് നമുക്ക് തോന്നുന്നത്. ഇവിടെ എന്തൊക്കെ പോലും ബഹളങ്ങൾ ഉണ്ടാക്കിയാലും ഒരു ലാത്തി ചാർജിന് അപ്പുറത്തേക്ക് ഒരു കാര്യവും നീങ്ങില്ല. മാക്സിമം നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ടിയർ ഗ്യാസ് ഷെല്ലുകൾ മാത്രമാണ്, ഈ കണ്ണീർ വാതക പ്രയോഗം മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഇതുവരെ കൊണ്ടാടുന്നത്. പിന്നെ വെടിവെപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അത് എല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ ഉള്ളൂ. അതും ഒരു മാസമായിട്ടുള്ള ജനക്കൂട്ടത്തിന് നേരെ ഒന്നും വെടിവെക്കാറുമില്ല. 1-2 പേരൊക്കെ ചിലപ്പോൾ കൊല്ലപ്പെടാറുണ്ട് എന്നുള്ളത് കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ബലൂചിസ്ഥാനിലും പക്തൂണിലും ഒക്കെ രാസായുധമാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതൊരു അന്താരാഷ്ട്ര ക്രൈമാണ്, ഒരു വാർ ക്രൈമാണ് ഈ സാധനം. അത് മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അഫ്ഗാനിസ്ഥാന്റെ സിവിലിയൻസിനെ 4ഓളം സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. ആ സിവിലിയൻസിന്റെ ഏരിയയിലേക്ക് വ്യോമാക്രമണം നടത്തി. ഇതിന്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ ഒരു വലിയ പണി കൂടെ കിട്ടി. നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വാക്ക് കടമെടുത്തുകൊണ്ട് അവരുടെ ഈ ഡിഫൻസ് PR അൻഷാദ് അൽ ചൗധരി എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ട്. അപ്പം ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ ടെൻഷൻ നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞു, നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു കിടിലം പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനല്ല, അതിന് പഹൽഗാമില് ഭീകരാക്രമണം നടന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനല്ല, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പറഞ്ഞു. ഇത് പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അതിന് തൊട്ട് പിന്നാലെ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും ചെയ്തു. ഒരു തുള്ളി വെള്ളവും പിന്നെ അങ്ങോട്ട് പോയില്ല. അത് രണ്ടും കൂടെ വേണ്ട എന്ന് പുള്ളി പറഞ്ഞു. അത് വേണ്ട എന്ന് പറഞ്ഞു. ഈ ഡയലോഗ് തന്നെ പാകിസ്ഥാനിലെ PR, ഞാൻ ഈ പറയുന്ന ഈ ചൗധരി, അദ്ദേഹം അഫ്ഗാനിസ്ഥാന് വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ച് ഡയലോഗ് അടിച്ചു. അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല, വ്യാപാരവും രക്തവും കൂടി ഒരുമിച്ച് പോകില്ല, അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇനി ഒന്നും തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിർത്തി അങ്ങ് അടച്ചു. അഫ്ഗാനിസ്ഥാൻ കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. അതിർത്തി അടച്ചാനതും പ്രതിഷേധിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. ഇവർ നേരെ പോയിട്ട് ഇന്ത്യ, ഇറാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയവിടത്തു നിന്നെല്ലാം സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അവിടം കൊണ്ടല്ല ഇതിന്റെ കോമഡി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് ചെയ്യാതെ ഇന്ത്യ അടക്കം, നമ്മൾ വലിയ വാർത്തയായിരുന്നു, ഇന്ത്യ എന്നൊക്കെ അവർ മെഡിസിൻ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ എല്ലായിടത്തും പോയി സാധനം വാങ്ങാൻ തുടങ്ങി. അപ്പം പാകിസ്ഥാന്റെ ഈ കച്ചവടം പൂട്ടി. ഇവിടെ അല്ല ഇതിന്റെ കോമഡി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അവർ പറഞ്ഞു ഇനി ഒരിക്കലും ഇവന്റെ അതിർത്തി തുറക്കണമെന്ന് പറഞ്ഞ് അവരുടെ അതിർത്തി അങ്ങ് ക്ലോസ് ചെയ്തു. അതുമൂലം പണി കിട്ടിയത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാൻ മധ്യേഷ്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് മുഴുവൻ അഫ്ഗാനിസ്ഥാൻ വഴിയാണ്. ഈ താജിക്കിസ്ഥാനിലായാലും കിർഗിസ്ഥാനിലായാലും ഉസ്ബെക്കിസ്ഥാനിലായാലും ഒക്കെ ഈ പാകിസ്ഥാന്റെ ട്രക്കുകൾ കടന്നു പോകുന്ന വഴിയായി അഫ്ഗാനിസ്ഥാനിൽ കൂടെ. അപ്പൊ അവന്മാർ ഈ അതിർത്തി അടച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഇതുങ്ങളെല്ലാം കൂടെ ഓടിപ്പിടച്ച്
പിന്നെ UN ചെന്നു പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും തുറക്കണമെന്ന് പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് അവിടെ അങ്ങനെ അടഞ്ഞു കിടന്നോട്ടെ, ഇനി അവന്മാർ ഇതുവഴി സാധനം കൊണ്ടുപോകണ്ട. സാധനം വാങ്ങിച്ചില്ലെന്നുള്ളതോ പോട്ടെ, കൊണ്ടുപോകാനും പറ്റില്ല. ഇതോടുകൂടി തന്നെ പാകിസ്ഥാനുള്ള വ്യാപാരികൾ വലിയ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വയറ്റത്തടിച്ചു. കാരണം ട്രില്യൺ കണക്കിന് ഡോളറായിരുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാരം. അത് മാത്രമല്ല, ഈ മധ്യേഷ്യയിലേക്ക് ഈ വാഹനത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അഫ്ഗാനിസ്ഥാൻ വഴിയായിരുന്നു. അവന്മാരും അങ്ങ് ബോർഡർ അടച്ചു. പക്ഷെ അതിനകത്ത് എല്ലാ മാധ്യമങ്ങളും തലക്കെട്ടായിട്ട് കൊടുത്തിരുന്നത് ഇതാണ്, ഈ മോദിയുടെ ഡയലോഗ് കോപ്പി അടിച്ച് പാകിസ്ഥാൻ പണി മേടിച്ചത് ഇങ്ങനെയെന്നും പറഞ്ഞിട്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഉപകഥയായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഒരു സംഭവമാണ്. ഇതിനിടയിലാണ് ഇന്നലെ നമ്മുടെ വിദേശകാര്യ വക്താവ് ജസ്വാൾ അദ്ദേഹം പറഞ്ഞത്, അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്ക് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നു. അവിടെ നടന്നത് നീതീകരിക്കാൻ പാടില്ലാത്ത ആക്രമണമാണ്. അതായത് ഈ വ്യോമാക്രമണത്തെ ഇന്ത്യ ആദ്യമായിട്ടാണ് അപലപിച്ചു വരുന്നത്. അതായത് ഇത്ര പച്ചയ്ക്ക് നമ്മുടെ അയൽരാജ്യം അഫ്ഗാന്റെ വിഷയത്തിൽ ഇത്രയും ക്ലിയർ ആയിട്ട് ഒരു ആക്രമണത്തെ അപലപിച്ച് നമ്മുടെ രാജ്യം എത്തുന്നത് ആദ്യമാണ്. അദ്ദേഹം അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതിനകത്ത് ഞങ്ങൾ അഫ്ഗാൻ ജനതയുടെ കൂടെ തന്നെ കാണും, കൂടെ നിൽക്കുമെന്ന്. ഇവിടെ മറ്റൊരു ഡയലോഗ് കൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് എന്താണ്? അഫ്ഗാനിസ്ഥാനോട് കളിക്കരുത്, അവർ നിങ്ങളെ അടിച്ചു ചുരുട്ടും, പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടും. ആ സമയം അത്ര വിദൂരമല്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ട്. അതിനിടയ്ക്ക് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ വരുന്നുണ്ട്, അതുകൂടെ നമുക്ക് സംസാരിച്ച് ഇവിടെ നിർത്താം. ചൈന ഒരു ബിഗ് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ട്. ചൈന പറയുന്നത്, റഷ്യയും ഇന്ത്യയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. അത് വരുംകാല റഷ്യ, ചൈന, ഇന്ത്യ ത്രികക്ഷി സഖ്യത്തിന്റെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈന പ്രശംസിച്ച് എത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ചൈനയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചൈന അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും നടത്താറില്ല സാധാരണഗതിയിൽ. നമ്മുടെ രാജ്യത്ത് പലരും വന്നു പോകാറുണ്ടെങ്കിലും സ്റ്റേറ്റ്മെന്റുകളൊന്നും നടത്താറില്ല. പക്ഷെ പുടിന്റെ സന്ദർശനം ചൈനീസ് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുക മാത്രമല്ല അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വളരെ മികച്ച ഒരു നീക്കമാണ് നടന്നത്. ഇത് ജിയോ പൊളിറ്റിക്സ് മാറുന്നതിന്റെ ലക്ഷണമാണ്. ഒപ്പം തന്നെ ഈ മേഖലയിലെ ഈ മൂവർ സഖ്യത്തിന്റെ ഒരു കെട്ടുറപ്പിനെയാണ് ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചൈന ഒഫീഷ്യലായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ട്രംപ് മറ്റൊരു നീക്കം നടത്തുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ലാതെ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ ഇല്ലാതെ ഒരടി മുൻപോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കോഡ് സഖ്യം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരും. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, കോഡ് സഖ്യത്തിന്റെ കുറെ പേര് ഇന്ത്യയിൽ വരുന്നു, ചെങ്കോട്ടയിലെ മറ്റേ സ്ഫോടനത്തെ കുറിച്ച് പഠിക്കാനും ഒക്കെ, ഇതെന്ത് ടെററിസമാണെന്നൊക്കെ. ഇതൊക്കെ ആദ്യ സംഭവങ്ങളാണ്. അപ്പം അതിന്റെ പിന്നിൽ എന്താന്ന് വെച്ചാൽ കോഡ് സഖ്യം ബലപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇല്ലാതെ നടക്കത്തില്ല. ഇന്ത്യ പസഫിക് സമുദ്രമല്ലേ, അവിടെ ചൈന വലിയ രീതിയിൽ കടന്നു വരുന്നുണ്ട്. കാരണം അവിടെ ജപ്പാൻ, തായ്വാൻ ആക്രമിക്കാണ്ട് ചൈന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഒരു പാതയായിരിക്കും. അവിടെ ഇന്ത്യയുടെ സഹായം മുമ്പോട്ട് പോകാൻ കഴിയില്ല ഈ ടീമിന്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായിട്ടൊരു ഒരു ടേംസിലെത്തണമെന്ന്. അതുകൊണ്ടാണ് ഈ താരിഫ്, ഈ അരിയുടെ പ്രശ്നത്തിലും ട്രംപ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ എനിക്കറിയാം, ഇന്ത്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം 50% താരിഫ് കുറച്ചിട്ടില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ഇനി ചുമ്മാ ഇനി അടുത്ത കലിപ്പൂടെ ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കും പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞത്. അപ്പൊ ഏതായാലും അധികം വൈകാതെ തന്നെ ഒരു അതിർത്തി സംഘർഷത്തിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഒരു ഈ വാർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ധനുഷേ. നമ്മളിപ്പോൾ ഇതിൽ നിഷ്പക്ഷരാണ്. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് റോളൊന്നും ഇപ്പോഴില്ലെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഈ ചൈന അത് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്, റഷ്യ അത് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം റഷ്യ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചഴച്ച് ഈ പറയുന്ന യുദ്ധത്തിന്റെ കെടുതിയിലേക്ക് കൊണ്ടിടണമെന്ന് അവർ വലിയ രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പുട്ടിന് പറ്റാവുന്ന എല്ലാ പണിയും ചെയ്തു. ഡ്രോൺ പറത്തി നോക്കി, കേബിളുകൾ മുറിച്ചു നോക്കി, അവിടെ ഇവിടെയൊക്കെ വിമാനങ്ങൾ അതിർത്തി കടന്ന് വിട്ടു നോക്കിയിട്ടൊന്നും ഇതുവരെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഡയലോഗ് അടിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും അനങ്ങിയിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഒരു വാറിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിനകത്ത് പ്രധാന റോളിലേക്ക് വരാൻ പോകുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയും തന്നെ ആയിരിക്കും. പക്ഷെ അത് ചൈനയ്ക്ക് വലിയ റോൾ ഉണ്ടാവില്ല. കാരണം ചൈനയ്ക്ക് ഇതിന്റെ വിടവിൽ കൂടെ, ഈ ഒരു ഗ്യാപ്പിൽ കൂടെ മറ്റൊരു വലിയ ദൗത്യം അവർക്കുണ്ട്. അത് തായ്വാനെ കൂട്ടിച്ചേർക്കുക എന്നുള്ള ദൗത്യമാണ്. കാരണം അടുത്തത് 2026 തുടക്കുന്നത്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ വരാൻ പോകുന്ന വർഷം 2026. ഷീ ജിൻപിങ് അധികാരം ഏൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചൈനീസ് ജനത്തിന് കൊടുത്തൊരു വാക്ക് 2027 മുൻപ് തായ്വാനെ നമ്മുടെ കൂടെ ചേർക്കുമെന്നാണ്. അപ്പൊ ഒരു മാറി നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ വിടവിൽ കൂടെ എന്താ പറയുക, ആ ഗ്യാപ്പ് നോക്കിയിട്ട് അവർക്ക് കൃത്യമായിട്ട് പോയി ഗോൾ അടിക്കാൻ പറ്റും. ഇതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഈ കോഡ് സഖ്യം വളരെ സജീവമായിട്ട് വരണം, ഇതാണ് ഇന്ത്യയുമായിട്ട് ഒത്തുപോകണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കിടന്ന് വെപ്രാളം കാണിക്കുന്നതിന്റെ കാര്യവും അത് തന്നെയാണ്. റഷ്യ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു വാറിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ അമേരിക്ക പെടും. അവർക്ക് ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ പെട്ട് അവനും ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ എന്നാണ് അവരുടെ തീരുമാനം. നമ്മൾക്ക് അറിയാം ഇത് അവസാനം നമ്മുടെ തലയ്ക്ക് ഇത് വരൂ എന്നുള്ളത്. കാരണം ഇത് കറങ്ങിത്തിരിഞ്ഞ് അവസാനത്തെ അടി പൊട്ടിക്കുന്നത് നമ്മളായിരിക്കും. അത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത് ഇങ്ങോട്ടേ വരൂ.
കാരണം നമുക്കറിയാമല്ലോ, അവിടെ അടി നടക്കുമ്പോഴേ ചില ഗുണ്ടകൾ പറയത്തില്ലേ, അത് എന്നെ ലക്ഷ്യമാക്കിയുള്ള അടിയാണ്. അടി അവിടെയാണ് നടക്കുന്നെങ്കിലും അത് അവസാനം ഇവിടെ എത്തും എന്ന് പറയുന്നത് പോലെ അത് കറങ്ങിത്തിരിഞ്ഞ് ഇന്ത്യയിൽ തന്നെ എത്താതിരിക്കില്ല അത്. കാരണം പാകിസ്ഥാൻ ഇതിൽ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നടത്തും, ഇന്ത്യ നന്നായിട്ട് കയറി പെരുമാറുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, അത് സമാഗതമായിരിക്കുന്നു. ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നു ഇവന്മാർക്ക് എന്നും ഇതേ ഉള്ളൂ, എപ്പോൾ നടക്കും സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, നടക്കും. ഇപ്പം യുദ്ധമാണ്, യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കാൻ വലിയ പാടാണ്. നമ്മൾ കണ്ടതാണ് റഷ്യ ഉക്രൈൻ വാറൊക്കെ. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. തൽക്കാലം നമ്മൾ ഗാലറി സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മൾ ഇറങ്ങേണ്ട ഒരു സമയം വരും, ഒരുപക്ഷെ ജനുവരിയിലോ ഇല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.